നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിച്ച എല്ലാ നല്ലവരായ വോട്ടർമാരോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തുക. ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായൊരു ത്രികോണ പോരാട്ടത്തിലൂടെയാണ് നമുക്കിവിടെ വിജയിക്കാൻ കഴിയും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ചില ഡീലുകളെ കുറിച്ച്. ആ ഡീലെന്ന് പറയുന്നത് BJP CPM ഡീലായി. എന്നാൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞത് UDF പരാജയം അംഗീകരിച്ചു. പക്ഷെ പെട്ടി എണ്ണി കഴിഞ്ഞപ്പോൾ മേയറുടെ സ്വന്തം വാർഡിൽ കൊടുങ്ങല്ലൂരിൽ 700 വോട്ടിനാണ് UDF വിജയിച്ചത്. തൊട്ടടുത്ത വാഴോട്ട് നമുക്ക് ഏതാണ്ട് 600 വോട്ടിൻ്റെ ലീഡാണ് രണ്ട് BJPയുടെ പല വാർഡുകളിലും കൂട്ടുകെട്ടിന്റെ ഏതായാലും ആ കൂട്ടുകെട്ടിനെയൊക്കെ ഇനി വികസനത്തിന്റെ കാലഘട്ടമാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ നഗരത്തിനെ സംബന്ധിച്ച് ഒരു പ്രധാന ഇഷ്യൂ എന്നറിയാനുള്ളത് ഈ കണ്ണമൂല അതുപോലെ തന്നെ ഈ പ്രദേശത്താണ് നമ്മുടെ ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. അത് LDF സർക്കാർ വന്ന് അടച്ചുപൂട്ടുകയുണ്ട്. അത് തീർച്ചയായിട്ടും പുനരാരംഭിക്കും എന്ന് പറയാൻ ഈ സന്ദർഭം. മാത്രമല്ല, രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിൽ ഇത്രയധികം രോഗികളുടെ പ്രാബല്യം ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായുള്ള ആശുപത്രിയിലുണ്ടായ സംഭവവികാസങ്ങൾ പലതും ഒഴിവാക്കാൻ കഴിയും. രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് നമ്മുടെ നഗരത്തിന് ആവശ്യമാണ് എന്ന് ആ സംഭവങ്ങൾ തെളിയിച്ചു. അത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ച് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും, അതോടൊപ്പം തന്നെ ഉന്നത പഠനം നടത്തുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപയുടെ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ള ആ 5 ഇന ഗ്യാരണ്ടികളും UDF സർക്കാർ നടപ്പാക്കും. വികസന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെക്കുറിച്ച് ഇതിന് പറഞ്ഞ ആക്ഷേപം ഞാനിവിടെ കളഞ്ഞിട്ട് പോയിന്നാണ്. അവരോട് അന്നേ എനിക്ക് പറയാനുള്ളൂ, ഞാനിനി എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ നൽകിയ